ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കുന്നത് ധനുമാസത്തിലെ പുണ്യവ്രതമായിട്ടുള്ള തിരുവാതിരയെക്കുറിച്ചാണ്. സ്ത്രീകളുടെ ആഘോഷം എന്ന പേരിൽ വളരെ പ്രസിദ്ധി ആർജിച്ചതും ത്രൈലോക്യ ദമ്പതിമാരായിട്ടുള്ള ശിവപാർവതിമാർക്ക് വളരെ വിശേഷപ്പെട്ടതുമായിട്ടുള്ള ഒരു ദിവസമാണ് തിരുവാതിര. കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുപോലെ ആഘോഷിക്കുന്ന വ്രതം കൂടിയാണ്. മകീര നക്ഷത്രവും തിരുവാതിരയും ചേർന്ന രാവിലാണ് പരമശിവൻ്റെ പിറന്നാൾ ദിനം. അതായത് ശ്രീ പരമേശ്വരൻ്റെ ജന്മദിനം തിരുവാതിരയാണ്. ധനുമാസത്തിലെ തിരുവാതിര വ്രതം വിധിപ്രകാരം നോറ്റാൽ ഐശ്വര്യവും ദീർഘസുമംഗലി യോഗവും ഇഷ്ടവിവാഹ ജീവിതവുമൊക്കെ ലഭിക്കുമെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം. ഈ വർഷത്തെ തിരുവാതിര വ്രതം വരുന്നത് ഡിസംബർ 26 ചൊവ്വാഴ്ച മകീരം നക്ഷത്രവും ഡിസംബർ 27 ബുധനാഴ്ച തിരുവാതിര നക്ഷത്രവുമാണ് വരുന്നത്. മകീരം വ്രതവും തിരുവാതിര വ്രതവും ഒരുമിച്ചെടുത്താലാണ് ഇതിൻ്റെ ഒരു പൂർണ്ണ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. രണ്ട് നക്ഷത്രത്തിലെടുക്കുന്ന വ്രതങ്ങളും വളരെ ഫലപ്രദമാണ്. ഇതുകൂടാതെ ചില സ്ഥലങ്ങളിൽ പുണർദം നക്ഷത്രത്തിലും തിരുവാതിര വ്രതവുമായി ബന്ധപ്പെട്ട് വ്രതമെടുക്കാറുണ്ട്. മകീരം നക്ഷത്രത്തിൽ വ്രതമെടുക്കുന്നത് നമ്മുടെ മക്കളുടെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും ആരോഗ്യത്തിനുമൊക്കെ വേണ്ടിയാണ്. എന്നാൽ തിരുവാതിര വ്രതമെടുക്കുന്നത് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ കന്യകമാരാണെങ്കിൽ അവരുടെ മംഗല്യ ഭാഗ്യത്തിനു വേണ്ടിയൊക്കെയാണ് ഈ ഒരു വ്രതം അനുഷ്ഠിക്കുന്നത്. ഈ ധനുമാസക്കുളിരിലെ തിരുവാതിരയെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഒന്നാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐതിഹ്യമാണ്, അല്ലെങ്കിൽ വളരെ പ്രചാരത്തിലിരിക്കുന്ന ഒരു ഐതിഹ്യമാണ്, പാർവതി ദേവിയുടെ കഠിന തപസ്സിൻ്റെ ഫലമായിട്ടാണ് ഭഗവാൻ ശ്രീ പരമശിവൻ ദേവിയെ പരിണയിക്കാൻ സമ്മതിച്ചത് ഈ ഒരു ദിനത്തിലാണെന്ന് ആണ് പ്രധാനപ്പെട്ട ഒരു ഐതിഹ്യം. ഇനിയുമുണ്ട് ഒരുപാട് ഐതിഹ്യങ്ങൾ. ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭർത്താവായി ലഭിക്കുവാൻ ഗോപസ്ത്രീകൾ കാർത്യായനി പൂജ നടത്തിയതും ഈ ഒരു തിരുവാതിര വ്രതത്തിലാണ്, അല്ലെങ്കിൽ ഈ ഒരു തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിര നാളിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഇനിയുമുണ്ട് ഒരുപാട് ഐതിഹ്യങ്ങൾ. എല്ലാ ഐതിഹ്യങ്ങളും എത്തിച്ചേരുന്നത് ഒരൊറ്റ സ്ഥലത്താണ്. ശിവഭഗവാൻ തൻ്റെ പത്നിയായി പാർവതി ദേവിയെ സ്വീകരിച്ച ദിനമായിട്ടാണ് തിരുവാതിര ആചരിക്കുന്നതെന്ന് നമ്മൾ പറയുകയുണ്ടായി. അതിൻ്റെ ഒരു ഐതിഹ്യ കഥയെക്കുറിച്ചൊന്ന് നമുക്ക് നോക്കിയാലോ. ദക്ഷയാഗം നടത്തുന്ന സമയത്ത് ശിവപത്നിയായിട്ടുള്ള സതീദേവി, ശിവഭഗവാന്റെ പത്നിയായിട്ടുള്ള സതീദേവിയെ ദക്ഷൻ കളിയാക്കിയും അപമാനിച്ചൊക്കെ വിടുകയുണ്ടായി. അപ്പോൾ ആ ഒരു സമയത്ത് അതിൽ മനം നൊന്ത് സതീദേവി എന്താ ചെയ്തത്, തൻ്റെ ശരീരം ആ സമയത്ത് തന്നെ തൻ്റെ ശരീരം വെടിയാണ് ചെയ്തത്. ഇതറിഞ്ഞ മഹാദേവനാണെങ്കിലോ വളരെയധികം ദേഷ്യവും അതിലേറെ വിഷമവും തൻ്റെ ഭാര്യയെ പിരിയാനുണ്ടായ ഒരു സാഹചര്യം കൊണ്ട് അദ്ദേഹത്തിന് വളരെയധികം ദേഷ്യം വരികയും അതുപോലെ തന്നെ അതിൽ അപ്പുറമായിട്ട് അദ്ദേഹം വളരെ വിഷമിതനാവുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഹിമാലയത്തിൽ പോയിട്ട് തപസ് അനുഷ്ഠിക്കുവാൻ തുടങ്ങി. സതീദേവിയാണെങ്കിൽ ഈ ഒരു സമയം കൊണ്ട് തന്നെ പാർവതി ദേവിയായി, അല്ലെങ്കിൽ ഹിമവത് പുത്രിയായി പുനർജന്മം എടുക്കുകയും ചെയ്തു. അച്ഛൻ്റെ സമ്മതപ്രകാരം തന്നെ ഈ ജന്മത്തിലും ഭഗവാൻ ശിവനെ തന്നെ തൻ്റെ ഭർത്താവായി ലഭിക്കണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പാർവതി ദേവി, അതായത് സതീദേവിയുടെ പുനർജന്മമായിട്ടുള്ള പാർവതി ദേവി വ്രതമനുഷ്ഠിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ വ്രതം അനുഷ്ഠിച്ച് നമ്മുടെ പരമശിവന് പാർവതീദേവിയോട് ചെറിയ രീതിയിലൊക്കെ ഒരു ഇഷ്ടമൊക്കെ തോന്നാനായിട്ട് തുടങ്ങി. ഇത് മനസ്സിലാക്കിയ ദേവന്മാരാകട്ടെ അവരുടെ അഭ്യർത്ഥന പ്രകാരം കാമദേവൻ എന്താ ചെയ്തത്, ഭഗവാന് നേരെ ഒരു കാമബാണാണ്ട് ചെയ്തു. ഇതറിഞ്ഞ ഭഗവാന്, അതായത് പരമശിവൻ വളരെയധികം ദേഷ്യത്തിലാവുകയും കാമദേവനെ തൻ്റെ തൃക്കണ്ണുകൊണ്ട് അങ്ങോട്ട് ദഹിപ്പിക്കുകയും ചെയ്തു. ഇതിൽ ദുഃഖിതയായിട്ടുള്ള കാമദേവൻ്റെ പത്നിയായിട്ടുള്ള രതീദേവി പാർവതീദേവിയെ കാണാൻ വരികയാണ്. തൻ്റെ ഭർത്താവിനെ ഇങ്ങനെ ഒരു പാപത്തിൽ നിന്ന് ഒന്ന് മുക്തനാക്കി തരണമേ എന്ന് പാർവതീദേവിയോട് സങ്കടം പറയാനായിട്ട് വന്നു. ആ സമയത്ത് പാർവതീദേവിയും രതീദേവിയും അതുപോലെ തന്നെ ദേവലോകത്തെ മറ്റു പല ദേവസ്ത്രീകളെല്ലാവരും ചേർന്ന് വ്രതമെടുത്ത് ഭഗവാനെ അങ്ങോട്ട് ഭജിക്കുകയാണ്. അതിൽ സംപ്രീതനായിട്ട്, അല്ലെങ്കിൽ അതിൽ
സന്തോഷവാനായി നമ്മുടെ ശ്രീ പരമേശ്വരൻ കാമദേവനെ പുനർജീവിപ്പിക്കുകയും പാർവതി ദേവിയെ തൻ്റെ പത്നിയായിട്ട് സ്വീകരിക്കുകയും ചെയ്തു. ഇതിൽ സന്തുഷ്ടിയായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ അത്യധികം സന്തോഷിച്ചുകൊണ്ട് പാർവതി ദേവിയും മറ്റ് ദേവിമാരെല്ലാവരും ആടിയും പാടിയും കളിച്ചും രസിച്ചൊക്കെ ആ രാത്രി മുഴുവൻ അങ്ങോട്ട് ഉറങ്ങാതെ അവരങ്ങോട്ട് കഴിച്ചു കൂട്ടി. അങ്ങനെയാണത്രേ ഈ ഒരു ഉറക്കമൊഴിക്കൽ എന്നുള്ളൊരു ചടങ്ങ് ഇതിൻ്റെ പിന്നിൽ വന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നിനുമുണ്ട് ഓരോ ഐതിഹ്യങ്ങൾ. പാതിരാപ്പൂ ചൂടുന്നതിനും പിന്നെ അതുപോലെ തന്നെ വ്രതം എടുക്കുന്നതിനും ഒക്കെ ഒരുപാട് ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഓരോ ഐതിഹ്യങ്ങളും ഓരോ കഥകളുമായിട്ട് ഇനി വരുന്ന വീഡിയോകളും നമുക്ക് തിരുവാതിരയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാനും അതുപോലെ തന്നെ പറയുവാനും ഭഗവാൻ ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. കൂടാതെ തിരുവാതിരയുടെ വിശേഷങ്ങളൊക്കെ കുറച്ച് ദിവസം മുന്നേ തന്നെ പറയുന്നത് നിങ്ങളതൊക്കെ കേട്ട് തിരുവാതിര വ്രതത്തിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ തിരുവാതിര വ്രതം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒന്നും കൂടി ഇരട്ടി ഫലപ്രാപ്തി നമുക്ക് ലഭിക്കുമെന്നുള്ളത് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം മാത്രമല്ല, പൂർണ്ണമായിട്ടുള്ള ഫലം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ദിവസം മുന്നേ തന്നെ ഈ ഒരു വീഡിയോ ഇടാനായിട്ട് അപ്പോൾ എത്രത്തോളം ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തുമെന്നറിയില്ല. എന്തായാലും കേൾക്കാൻ സാധിച്ചവർക്ക് വളരെയധികം പുണ്യമാണ്. കാരണം ഭഗവാന്റെ കാര്യങ്ങളാണ് നമ്മൾ അറിയുന്നത്. നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളൊരു വ്രതത്തെ അറിഞ്ഞുകൊണ്ട് അത് അനുഷ്ഠിക്കുമ്പോൾ അതിലൊന്നും കൂടി നമുക്ക് ഫലം കൂടുതലായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഈ ഒരു സമയത്ത് ഇടാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പോൾ ഇനി വരും വീഡിയോസിൽ തിരുവാതിരയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടതുണ്ട്. നമ്മൾ ഇനി അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളോടും വളരെയധികം നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹരി ഓം.